സുഹൃത്തുക്കളെ, ഇന്ന് ആഗോളാടിസ്ഥാനത്തിൽ പടർന്ന് പിടിച്ചുകൊണ്ടിരിക്കുന്ന കൊറോണ എന്ന രോഗം വലിയ രോഗമായി ലോക ആരോഗ്യ സംഘടനയും വകുപ്പും പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അതിന് അനുസരിച്ച് എല്ലാ ഗവൺമെൻറ്റുകളും എല്ലാ ഭാഗത്തുമുള്ള ഉത്തരവാദപ്പെട്ടവരും ചില നിബന്ധനകൾ പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്നു. എല്ലാവരും ആ നിബന്ധനകൾ പാലിക്കണമെന്ന് പ്രത്യേകമായി അഭ്യർത്ഥിക്കുകയാണ്. ഇസ്ലാം ഇങ്ങനെയുള്ള രോഗങ്ങളെ സംബന്ധിച്ച് പഠിപ്പിച്ചിട്ടുണ്ട്. പ്രവാചക പ്രഭു മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങൾ എവിടെയെങ്കിലും നിൽക്കുമ്പോൾ അവിടെ വബാ, ത്വാഊന് അഥവാ പെട്ടെന്ന് മരണമുണ്ടാകുന്ന രോഗങ്ങൾ ഉണ്ടായാൽ നിങ്ങൾ അവിടെ നിന്ന് ഓടി മറ്റൊരു സ്ഥലത്തേക്ക് രക്ഷപ്പെടേണ്ടതില്ല. അതേസമയത്ത് മറ്റൊരു സ്ഥലത്ത് നിങ്ങൾ കേട്ടാൽ, ഉണ്ടെന്നറിഞ്ഞാൽ അവിടേക്ക് പോവുകയും അരുത് എന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. അതിനാൽ സൂക്ഷിക്കണം എന്നാണല്ലോ അതിൻ്റെ അർത്ഥം. നാം എല്ലാവരും കഴിയുന്നത്ര സൂക്ഷിക്കുകയും ജനസമ്പർക്കം പരമാവധി കുറയ്ക്കുകയും യാത്രകൾ കുറയ്ക്കുകയും എല്ലാം ചെയ്യണമെന്ന് പ്രത്യേകമായി അഭ്യർത്ഥിക്കുകയാണ്. അതിനപ്പുറം മറ്റൊന്ന് മുസ്ലിം സഹോദരങ്ങളോട് പ്രത്യേകമായി പറയാനുള്ളത്, നാം അള്ളാഹുവിലേക്ക് മടങ്ങണം. അള്ളാഹുവിൻ്റെ റഹ്മത്ത് ആഗ്രഹിച്ചുകൊണ്ട്, അള്ളാഹുവിൻ്റെ ശിക്ഷയെ ഭയപ്പെട്ടുകൊണ്ട് അള്ളാഹുവിലേക്ക് പ്രത്യേകമായി മടങ്ങുകയും പ്രാർത്ഥനയും ദാനധർമ്മങ്ങളും മറ്റ് ഇബാദത്തുകളും വർദ്ധിപ്പിക്കുകയും ചെയ്യണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. അസ്സദഖത്തു റദ്ദുൽ ബലാഇ എന്ന ഹദീസിൻ്റെ അടിസ്ഥാനത്തിൽ ദാനധർമ്മം കൂടുതൽ ചെയ്യുമ്പോൾ എല്ലാ ബലാകളും തട്ടിപ്പോകും എന്നാണല്ലോ. അതുകൊണ്ട് കഴിവുള്ള ആളുകൾ ആ വഴിക്ക് ചിന്തിക്കണം. കഴിവിൻ്റെ പരമാവധി ശ്രദ്ധിച്ച് പാവപ്പെട്ടവർക്ക് ഭക്ഷണവും വസ്ത്രവും വീടും പാർപ്പിടവും എല്ലാം ഉണ്ടാക്കി കൊടുക്കുന്നതിൽ ശ്രദ്ധിക്കുകയും ധർമ്മങ്ങൾ വർദ്ധിപ്പിക്കുകയും ചെയ്യണം എന്നും അള്ളാഹുവിനോട് എല്ലാ സമയത്തും പ്രാർത്ഥിക്കണമെന്നും അഭ്യർത്ഥിക്കുകയാണ്. സർവശക്തനായ അള്ളാഹു ഈ രോഗം പെട്ടെന്ന് ശിഫയാക്കി തരുമാറാകട്ടെ. എല്ലാ സ്ഥലത്തും ആളുകൾ ഭയത്തിലാണല്ലോ. ആ ഭയം അല്ലാഹു തആല ഇല്ലാതെ ആക്കി തീർത്ത് സുഖവും സന്തോഷവും റാഹത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. എല്ലാവരെയും അല്ലാഹു രക്ഷപ്പെടുത്തുമാറാകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.